ആദർശിനി, നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പം നമ്മൾ നന്ദുവിനടുത്ത് പുതിയ ട്രെയിനർ വന്നിട്ടുണ്ട്. ട്രെയിനർ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആരെയും മാറ്റി നിർത്തുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. നന്ദുവിന് എങ്ങനെയാണോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ നന്ദു ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ആരെയും വേർതിരിച്ചൊന്നും കാണത്തൊന്നുമില്ല. നന്ദുവിന് എങ്ങനെ പറ്റുന്നോ അതേ രീതിയിൽ നന്ദു ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ കാര്യത്തിൽ സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേവ്യാനെയാണ് കാണിക്കുന്നത്. ദേവ്യാനി അങ്ങനെ നയനയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. കനകയും ഗോവിന്ദനെയും കാണാനാണ് പോകുന്നത്. അപ്പം കനക ദേവ്യാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പിന്നെ വേറെ ആരാണ് ഇങ്ങനെ ചെയ്തെങ്കിലും പ്രശ്നമില്ല, പിന്നെ അഭിയാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ ആദർശ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കരയാതെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല ഞങ്ങളെന്ന് പറയേ. അപ്പം പിന്നെ ദേവ്യാനി അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇനി സത്യങ്ങളൊക്കെ വിളിച്ച് ഇവരുടെ അടുത്ത് പറയുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ദേവ്യാനി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മളെ ജലജയും നവ്യയാണ് കേട്ടോ. നവ്യയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ജലജ. അങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ ജലജ പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറിയുടെ MDയുടെ മോള് അല്ലേ ചന്തുമോള്. അപ്പോൾ പിന്നെ അതേ കണക്കുള്ള രീതിയിൽ വലിയ ആഘോഷത്തോടെയൊക്കെ നടത്തണ്ടേ പിറന്നാൾ. അപ്പോൾ പിന്നെ നിൻ്റെ മകൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. നിൻ്റെ മകൻ്റെ അച്ഛനായ അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പോലും പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും കൊടുത്തിട്ട് പോലുമില്ല. അപ്പം അത്രേ വിലയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നു കേട്ടോ. അങ്ങനെ നവ്യ അവിടുന്ന് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ നയന ചന്തമോളെയൊക്കെ ഒരുക്കിയിട്ട് നയനയും വരുന്നുണ്ട്. അപ്പോൾ ഒക്കെയായിരുന്നു നാളത്തെ പ്രമോ വിശേഷമായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണേ.